ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേടി. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട്, ഈശോയുടെ കൂടെ നടന്നവരെ ശിഷ്യന്മാർ, ഈശോയുടെ എല്ലാ പ്രവർത്തനവും പങ്കെടുത്തു. എന്നാൽ ഈശോ ഇനി സഹനങ്ങളിലൂടെ മരണത്തിലൂടെ ഒക്കെ കടന്നു പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പല അസ്വസ്ഥതകളുണ്ട്. ഈശോ പല രീതിയിൽ അവരെ ആശ്വസിപ്പിക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 22-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക: അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഇപ്പം നിങ്ങൾ എന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നെ കാണുകയില്ല, വീണ്ടും എന്നെ കാണുമെന്നൊക്കെ ഈശോ പറയുക. അപ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമല്ല, നിങ്ങൾ പിന്നെ എന്നെ കാണും. അതൊരു വലിയ സന്തോഷമായിരിക്കും. ആ സന്തോഷം ആർക്കും എടുത്തു കളയാനായിട്ട് പറ്റില്ല. ഈശോയുടെ ഒരു ആബ്സെൻസ് പിന്നീട് നൽകുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷം ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് നിറയ്ക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ സങ്കടം ഉണ്ടെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിച്ചിരിക്കുകയാണെങ്കിൽ, നിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് വെക്കട്ടെ. അത് ഈശോ വലിയൊരു സന്തോഷം നൽകാൻ നിന്നെ അയക്കുന്ന, നിന്നെ ക്രമപ്പെടുത്തുന്ന, ആർക്കും എടുത്തു കളയാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് നയിക്കുക. അതനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വ്യക്തിയുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമായി മാറട്ടെ എന്ന്, ആ സന്തോഷം എന്നും നിലനിൽക്കട്ടെ എന്ന് ഈശോ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഈ ദിവസത്തിനുടെ കൃപകളും നന്മകളും എല്ലാം നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാ